അബ്ദുൽ അഹ്സാർ റളിയല്ലാഹു അൻഹു ആപ്പെട്ട അബ്ദുൽ അഹ്സാർ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയല്ല, താബിഈയാണ്. ആപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ഇസ്ലാം സ്വീകരിച്ച വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലമ്മ അറാദല്ലാഹു തആല ഇൽഹാറ നൂറിൽ മഹ്ദൂൻ, സൂക്ഷിച്ചു വെക്കപ്പെട്ട പ്രകാശം. നമ്മൾ ഏറ്റവും ആദ്യം അള്ള കഴിഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം, ആ സൂക്ഷിച്ചു വെച്ച പ്രകാശം, ജൗഹരിൽ മക്നൂൻ, മറച്ചു വെച്ച ആ രത്നം, അത് വെളിവാക്കാൻ വേണ്ടി അള്ളാഹു, പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഇലാ ബത്നി റളിയല്ലാഹു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്നും മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ ഗർഭപാത്രത്തിലേക്ക് ആ പ്രകാശത്തിനെ എത്തിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചത്. ആരാണ് ആമിന ബീവി? അബ്ദുഹരി ഫസാദിൽ അറബികളുടെ കൂട്ടത്തിലെ യുവതികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധയായ, ഏറ്റവും സംശുദ്ധയായ മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ ആ ഗർഭപാത്രത്തിലേക്ക് പ്രകാശത്തിനെ എത്തിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചു. റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു തീരുമാനം ഉണ്ടായത്. ആ സമയത്ത് അള്ളാഹു അമറ, കൽപ്പിച്ചു, യുവാൻ അലൈഹിസ്സലാം, സ്വർഗത്തിനെ കാക്കുന്ന മഴക്കായ യുവാൻ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. ആ കൽപ്പന പ്രകാരം സ്വർഗത്തിന്റെ മുഴുവൻ വാതിലുകളും മലക്കം തുറക്കപ്പെട്ടു. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു. പ്രകാരം യുവാൻ അലൈഹിസ്സലാം ഒക്കെ തുറന്നു. അതിന് പുറമെ സ്വർഗത്തിലുള്ള പൂർവീങ്ങളാകുന്ന സ്ത്രീകളും അതുപോലെ തന്നെ സ്വർഗ കുട്ടികളും ഒക്കെ നല്ല ചമഞ്ഞൊരുങ്ങി ഭംഗിയായി. സന്തോഷങ്ങൾ കുട്ടിഘോഷിക്കപ്പെട്ടു. പ്രഭാത നക്ഷത്രം അതിങ്ങനെ ഭംഗിയായി ജ്വലിച്ചു നിന്നു. ആകാശ ഭൂമി ലോകത്തിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുകയാണ്, അല അറിയണേ, ഒരു മറക്കപ്പെട്ട പ്രകാശം, അതിലാണ് ബഹുമാനപ്പെട്ട മനുഷ്യരുടെ നമ്മുടെ ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. ആ പ്രകാശം ആമിനത റളിയല്ലാഹു അൻഹാ മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പള്ളയിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വയറിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ആകാശ ലോകത്ത് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ വലമ്മൻ തഖല നൂറു നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ. അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്നും ആമിന ബീവിയുടെ വയറ്റിലേക്ക് ഈ ലോകത്തിന്റെ നേതാവാകുന്ന പ്രകാശം എത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഇഹ്തസ്സൽ അർശു ഖറബൻ വസ്തിബ്ശാറ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ് അതിങ്ങനെ സന്തോഷത്തിനാൽ ഇങ്ങനെ പുളകുന്നത്, ജനിച്ചു എന്നൊക്കെ പറയാം. തുള്ളി ആനന്ദമായി, അല്ലെങ്കിൽ എന്താ പറയണ്ട, ഇങ്ങനെ അഭിമാനം കൊണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ ജനിച്ചു പോയാണ്. കുർസിയു ഹൈബത്തം വക്കാറ. കുർസി അല്ലാഹുവിന്റെ വേറൊരു സൃഷ്ടിയാണ് കുർസി. ആ കുർസി ആ ഗാംഭീര്യം കൊണ്ട് അതിങ്ങനെ ഭംഗി ഒന്നുകൂടി വർദ്ധിച്ചു. അങ്ങനെ തന്നെ പിന്നെ ഹൈബത്തും വക്കാറും ഒക്കെ ഉള്ള സാധനമാണ് കുർസി. അത് ഈ അള്ളാഹുവിന്റെ മുതുകിൽ നിന്ന് മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പള്ളിയിലേക്ക് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം എത്തിയപ്പോൾ അതിന്റെ ഹൈബത്തും വക്കാറും ഗാംഭീര്യവും ഭംഗിയൊക്കെ വർദ്ധിച്ചു. സമാവാത്തു അൻവാറ. ആകാശ ലോകങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശത്തിനാൽ ഇങ്ങനെ പറയാൻ പ്രകാശം പൂരിതമായി, പ്രകാശം കൊണ്ട് ഇങ്ങനെ കവിഞ്ഞ് നിറങ്ങുമെന്നൊക്കെ പറയും. വവജ്ജത്തിൽ മലായികത്തു തഹ്ലീലൻ വസ്തിഗ്ഫാറ. മലക്കുകൾ ഇങ്ങനെ തഹ്ലീലും ഇസ്തിഗ്ഫാറും ഇങ്ങനെ ശബ്ദമുയർത്തി ഇങ്ങനെ സന്തോഷമുണ്ടാകും, ഭയങ്കര തക്ബീറൊക്കെ അടിക്കും പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മുതുകിൽ നിന്ന് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് ആകാശലോകത്ത് മലക്കുകളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആഹ്ലാദം, ഭയങ്കര ആവേശവും ആഘോഷമൊക്കെ ശബ്ദമുയർത്തി